ചിക്കൻ ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ 3 പീസ് ചിക്കൻ എടുത്ത് ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ച് വയ്ക്കുക. എന്നിട്ട് ഇതൊന്ന് പിച്ചിയെടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ചെറിയ 2 സവാളയാണ്, അത് ചെറുതായി അരിഞ്ഞത്. പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, അല്പം മല്ലിയില. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നന്നായി ചൂടാകുമ്പോൾ അതിലോട്ടേക്ക് ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഓയിലും ഉണ്ടാക്കാം, പക്ഷേ ഞാനിവിടെ എടുക്കുന്നത് വെളിച്ചെണ്ണയാണ്, അതായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ്. എണ്ണ ചൂടാകുമ്പോൾ അതിലോട്ടേക്ക് ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 2 പച്ചമുളകും ചെറുതായി അരിഞ്ഞിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലോട്ടേക്ക് സവാള ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കാം. സവാളയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാളയുടെ കളർ ഒന്ന് മാറി വരുന്നവരേക്കും നമുക്ക് വഴറ്റി കൊടുക്കാം. അതിനായിട്ട് നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ട മസാല ചേർക്കാം. ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. പിന്നെ വേണ്ടത് അല്പം കുരുമുളക് പൊടിയാണേ, അത് ഒരു 1/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ചിക്കൻ മസാലയാണ്, അതും ഒരു 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ പച്ച ചുവയൊക്കെ ഒന്ന് മാറി വരണം, അതുവരേക്കും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണേ, പച്ചമല്ലിയാണേ ഇത്, അത് ഏതായാലും കുഴപ്പമില്ല, അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് അടുത്തത് ഇതിലോട്ടേക്ക് ചേർക്കുന്നത് ചിക്കനാണേ. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യാനുസരണം എടുക്കാം ചിക്കൻ. അപ്പോൾ ചിക്കൻ കൂടെ ചേർത്ത് നന്നായിട്ടെല്ലാം കൂടെ യോജിപ്പിച്ചെടുക്കാം. ഇനി അടുത്തത് ഒരു ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണേ, ചെറിയൊരു സ്വീറ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തത് ലാസ്റ്റ് നമ്മൾ കുറച്ച് ഗരം മസാല പൊടി ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് നമുക്കിത് എല്ലാം കൂടെ യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്കൊരു മാവ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ടേക്ക് 1 കപ്പ് നൈസായി പൊടിച്ച അരിപ്പൊടി എടുക്കാം. പിന്നെ വേണ്ടത് 1/2 കപ്പ് ചോറാണ്. 1/2 കപ്പ് ചോറും കൂടെ നമുക്ക് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 കപ്പ് വെള്ളം ഒരുപാട് കൂടിപ്പോകരുത്. കുറച്ച് തിക്കായിട്ടുള്ള മാവാണ് നമുക്ക് വേണ്ടത്. ഒരുപാട് തിക്കാകരുത്, ഒരുപാട് ലൂസും ആയി പോകരുത്. അതുപോലെ ഇതുപോലെ ഒരു മാവാണ് വേണ്ടത്. ഇഡ്ഡലി മാവിൻ്റെ സെയിം കൺസിസ്റ്റൻസിയാണ്. ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കൂടെ സ്പ്രെഡായി പോവും. അതുകൊണ്ട് ഇതുപോലൊരു മാവ് നിങ്ങൾ അരച്ചെടുക്കുക. നന്നായിട്ട് അരയണം. ഇനി നമ്മൾ ഇഡ്ഡലി തട്ടിലോട്ടേക്ക് എല്ലാ തട്ടിലോട്ടേക്കും ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഓരോ കുഴിയിലാക്കി നമുക്ക് ഓരോ സ്പൂൺ വീതം മാവ് ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഗ്രീസ് ചെയ്തിട്ടില്ലെങ്കിൽ അടിയിൽ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് ഓയിൽ ഗ്രീസ് ചെയ്തിട്ട് വേണം ഇതുപോലെ ചെയ്യാൻ. ഇനി നമുക്ക് ഈ ഫില്ലിങ് ഓരോ കുഴിയിലാക്കിയിട്ട് കുറച്ച് കുറച്ച് വെച്ച് കൊടുക്കാം. ഓരോരോ സ്പൂൺ വെച്ച് നിറച്ചാൽ മതി. സൈഡിലൊന്നും ആവാതെ എല്ലാം നടുവിൽ തന്നെ ആക്കി കൊടുക്കുക. എല്ലാം കുഴിയിലും നമുക്കിതുപോലെ നിറച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതേ മാവ് വെച്ച് തന്നെ ഇതൊന്ന് കവർ ചെയ്തെടുക്കാം. സൈഡൊക്കെ നന്നായിട്ട് കവർ ചെയ്തെടുക്കാം.
അങ്ങനെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. മൊത്തം 7 ഇഡ്ഡലിയാണ് എനിക്ക് കിട്ടിയത്. മാവ് തീർന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഒരു 15 മിനിറ്റ് സ്റ്റീം ചെയ്താൽ മതി. അങ്ങനെ നമ്മുടെ ചിക്കൻ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് സ്പൂൺ വെച്ച് അടർത്തി മാറ്റാം. നമ്മൾ ഓയിൽ തടവിയത് കൊണ്ട് അടിയിലൊന്നും ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അടർത്തിയെടുക്കാൻ പറ്റും. ഇതുപോലെ ഓരോന്നായിട്ട് നമുക്ക് അടർത്തി മാറ്റാം. ഈ ഇഡ്ഡലി നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ ഇല്ലാതെയും ചെയ്തെടുക്കാം. ചിക്കന് പകരം നിങ്ങൾക്ക് ഒരു വെജിറ്റബിൾ മസാല തയ്യാറാക്കിയിട്ടും ഫില്ല് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ എഗ്ഗ് വെച്ചിട്ടും ചെയ്ത് കൊടുക്കാം. പിന്നെ സ്വീറ്റായിട്ട് വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ചിക്കൻ വെച്ച് ചെയ്യുമ്പോഴായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുമാണ്. ഇത് നിങ്ങൾക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ട് കഴിക്കാം, അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നിങ്ങളുടെ കയ്യിൽ അരിപ്പൊടി ഇല്ലെങ്കിൽ നമ്മുടെ പച്ചരി കുതിർത്തിട്ട് ഇതുപോലെ തന്നെ ഒരു ബാറ്റർ ഉണ്ടാക്കിയിട്ട് ചെയ്തെടുത്താലും മതി. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. നല്ല സോഫ്റ്റാണേ, പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്യാനൊക്കെ പറ്റും. ഹാർഡൊന്നും അല്ല. ഇതാ കണ്ടില്ലേ, അടിപൊളിയാണ്, സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണം, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയണം. പിന്നെ ഇതെൻ്റെ പുതിയ ചാനലാണേ, അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഇത് നിങ്ങൾക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം, അല്ലെങ്കിൽ മുഴുവനായിട്ടും സെർവ് ചെയ്യാം. ഇതുപോലത്തെ 2 ഇഡ്ഡലി കഴിച്ചാൽ മതി, പെട്ടെന്ന് നമുക്ക് വയറ് ഫില്ലാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.